വീട്ടിൽ വെള്ളമുണ്ട്. ഇപ്പൊ അതേ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ ഇറങ്ങിയതാ പിള്ളേരായിട്ടൊന്ന്. മോനെ എങ്ങനെയുണ്ട് വീട്ടില് വെള്ളം എങ്ങനെയാ? സ്കൂളൊന്നും ഇല്ലല്ലേ? സ്കൂളില്ലാത്തതുകൊണ്ട് ഹാപ്പിയാണ്, പക്ഷെ വെള്ളം പ്രശ്നമാണ്. തുടർച്ചയായിട്ട് അവധി കിട്ടുന്നത് കുട്ടികളെ നോക്കാനൊക്കെ കുട്ടികൾക്ക് അത് സന്തോഷമാണ്. മുതിർന്നവരത് സഹകരിച്ച് പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ പോകണമെങ്കിൽ വെള്ളത്തില് ആ മുറി വെള്ളമില്ലെങ്കിലല്ലേ അവരെ അടച്ചിടാൻ പറ്റുള്ളൂ. അതുവരെ ബുദ്ധിമുട്ടാണ്. ആലപ്പുഴയിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്, ആകാശം തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് നേരിയ തോതിൽ കുറയുന്നു എന്നതും ആശ്വാസകരമായ സാഹചര്യമാണ്. പമ്പ, അച്ചൻകോവിൽ ആറുകളിലേക്കും ജലനിരപ്പ് കുറയുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ സവിശേഷമായ ഒരു സാഹചര്യം പ്രമാണിച്ച് കുട്ടനാട്ടിലടക്കം വെള്ളം താഴാൻ ദിവസങ്ങൾ വേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പക്കുളം പഞ്ചായത്തിലാണ്. ചെമ്പക്കുളം പഞ്ചായത്തിലെ അമിച്ചേരി ഭാഗത്തുള്ള റോഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീടുകളിൽ ചെറിയ തോതിൽ വെള്ളം കുറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അവരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ, വെള്ളം കുറവുണ്ട്? 1 ഇഞ്ചോളം കുറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞിട്ടില്ല. പതുക്കെ ഇറങ്ങുന്നത്. കുറേ ദിവസം എടുക്കും. ഞാൻ പേർക്കകത്തെല്ലാം വെള്ളം കയറിയിരിക്കുക. എന്താ ഇറങ്ങി ഒരു വലയായിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാം ഉച്ചകളത്തേക്ക് വല്ലതും ഒപ്പിക്കാന്ന് വിചാരിച്ചു. പൊതുവെ തോട്ടപ്പള്ളി സ്പിൽവേ പൊഴി മുറിച്ചതിന്റെ ഇപ്പോൾ വലിക്കുന്നുണ്ട് നല്ലപോലെ. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ മുങ്ങിയേനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കരയേറ്റം വെള്ളമായിരുന്നു, ഇപ്പോൾ മൂട്ടറ്റം വെള്ളം ആവുന്നുള്ളൂ. എന്തായാലും നേരിയ കുറവ് വെള്ളത്തിന്റെ ഉണ്ട് എന്നത് ആശ്വാസകരമാണ്. ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലും അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാട്ടിൽ മേഖലയിലുമൊക്കെ ക്യാമ്പുകൾ തുടരുകയാണ്. 118ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു കുടുംബം ഇപ്പോൾ ചെറു വള്ളത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും അല്ലേ? വീട്ടിൽ വെള്ളമുണ്ട്. ഇപ്പൊ അതേ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ ഇറങ്ങിയതാ പിള്ളേരായിട്ടൊന്ന്. മോനെ എങ്ങനെയുണ്ട് വീട്ടില് വെള്ളം എങ്ങനെയാ? സ്കൂളൊന്നും ഇല്ലല്ലേ? സ്കൂളില്ലാത്തതുകൊണ്ട് ഹാപ്പിയാണ്, പക്ഷെ വെള്ളം പ്രശ്നമാണ്. തുടർച്ചയായിട്ട് അവധി കിട്ടുന്നത് കുട്ടികളെ നോക്കാനൊക്കെ കുട്ടികൾക്ക് അത് സന്തോഷമാണ്. മുതിർന്നവരത് സഹകരിച്ച് പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ പോകണമെങ്കിൽ വെള്ളത്തില് ആ മുറി വെള്ളമില്ലെങ്കിലല്ലേ അവരെ അടച്ചിടാൻ പറ്റുള്ളൂ. അതുവരെ ബുദ്ധിമുട്ടാണ്. വെള്ളം ഇറങ്ങാതെ ഇനി ഒരു രക്ഷയില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ റയൻസ് ഡ്രൈവിംഗിന്റെ പരിപാടിയാണ്. വെള്ളം ആയതുകൊണ്ട് ഓട്ടം കുറവാണ്. എന്തായാലും മറ്റൊരു ചേട്ടനും അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം വലയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടാ ഒരു മിനിറ്റ്, എങ്ങനെയുണ്ട് സാഹചര്യം? വെള്ളം ഒരു അല്പം ഇറക്കം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പം ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളം ഇറങ്ങണ എങ്ങനെയെങ്കിലും ഒരു 8-10 ദിവസം കയറുന്നതാണൊക്കെ വെള്ളം ഇറങ്ങിപ്പോവുകയില്ല. കയറുന്നതെന്ന് പറഞ്ഞാൽ സ്പീഡ് ഇങ്ങോട്ട് വരും, ഇത് പിന്നെ സ്ലോയിലേ ഇറങ്ങുള്ളൂ. തോട്ടപ്പള്ളിയും വലിക്കുന്നുണ്ട്, പിന്നെ തണ്ണീർമുക്കവും വലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. ഇന്ന് രാവിലെ മഴയുണ്ട്, ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു. ഇപ്പം മഴ ഇല്ല. ഇന്ന് പകൽ ഒരുപാട് മട വീണ് കൃഷി ഒരുപാട് പോയി. മട വീണ് പോയി. ഞങ്ങൾ 2 പേര് കൂടി 10-22 ഏക്കർ നിലവോളം കൃഷി ചെയ്യുന്നുണ്ട്. 2ാം വളം ഇട്ടു, 1ാം വളം ഇട്ടു, അതെല്ലാം മട വീണ് പോയി. ഇതിപ്പോൾ ഞങ്ങൾ ഈ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം എല്ലാം കൂടി പണയം വെച്ചാൽ ഈ സർക്കാർ കാശ് വരുന്ന 3-4 മാസം കഴിഞ്ഞാൽ കാശ് മുടക്കേണ്ട ഞങ്ങൾ മുടക്കുന്നുണ്ട്. മുടക്കി ഇത് പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ കൃഷിയും കാര്യവും എല്ലാം ചെയ്യുന്നത്. ഈ സർക്കാരിന് ഇത് അറിയണ്ടേ. നമ്മളിപ്പം PRS കൊടുക്കുന്ന ബാങ്കുകാരാണ്. നമ്മൾ പണയം വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം താമസം പറഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല. ആ ബാങ്കിൽ തന്നെയാണ് നമ്മൾ സ്വർണം പണയം വെക്കുന്നത്. ഇപ്പോൾ 6 മാസത്തിന് പറഞ്ഞാൽ 6 മാസത്തിനകം നമ്മൾ എടുത്തില്ല, അത് വിഷയമാണ്. വെള്ളപ്പൊക്കം വന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ആളുകളൊക്കെ അങ്ങ് പോകും. ഭയങ്കര വിഷയമാണ്. എത്രയുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിപ്പം കുട്ടനാട്ടിനെ സംബന്ധിച്ച് അതിനുള്ള വരുമാനമില്ല കുട്ടനാട്ടുകാർക്കാർക്കും. എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട പാട്ടം പിടിച്ച് കൃഷി ചെയ്യുന്നു. ഈ കൃഷിയിൽ നിന്ന് എന്നാ കിട്ടുന്നത്? ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചൊരു കാശ് കിട്ടും, അതേ ഉള്ളൂ. അല്ല കൃഷി കൊണ്ട് വലിയ ലാഭമൊന്നുമില്ല. ഈ പുഴകളും ആറുകളും ഒക്കെ മണൽ വന്ന് എക്കൽ വന്ന് അടിഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പ്രയാസമുണ്ടോ? ഉണ്ട്. പായൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നോക്കിയാൽ നമ്മളിപ്പോൾ ഓരോ ന്യൂസിൽ കാണാൻ എന്താണ്ട് ഈയിടെ നമ്മുടെ പുളിങ്കുന്നി അവിടെ വരുമായിരുന്നു ചവറ്, പിന്നെ തോട്ടപ്പള്ളി സ്വിൽബേഡ് അവിടെ അടിഞ്ഞു കിടക്കുമായിരുന്നു. ഇതെല്ലാം മാറണം. അതുപോലെ തന്നെ ഈ എക്കലെല്ലാം മാറ്റണം. മണൽ വാരി നടന്നില്ലെങ്കിൽ ഒരു രക്ഷയില്ല കുട്ടനാടിന്. ഇപ്പം മണൽ വാര് അത് പാസ് കൊടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല. ഇത് നമ്മളിപ്പം ഈ മണൽ വാരെന്ന് പറഞ്ഞാൽ മണൽ വാരിയില്ലേ 6 താഴുകയില്ല. ഇപ്പോഴും ഈ കൊച്ചു വള്ളത്തെ നമ്മുടെ ഇതുപോലുള്ള ഫൈബർ വള്ളത്തെ ചില കരകളിൽ നമുക്ക് അടുക്കാൻ പറ്റുകയില്ല. നേരത്തെ ഈ കൽക്കെട്ട് വരുന്നതിന് മുന്നേ എല്ലാവരും
മാടി എന്ന് വെച്ചാൽ മാടി എന്ന് പറഞ്ഞാൽ ഈ സൈഡ് എല്ലാം കുത്തി എല്ലാം പിടിക്കുമായിരുന്നു. ഇപ്പോൾ കൽക്കെട്ട് വന്നേ പിന്നെ അങ്ങനെ ഒരു പരിപാടിയില്ല, തോട് മുഴുവനും നഗരുക. അതാണ് ഈ അമേരിക്ക ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകണേ വലിയ പാടാണ്, ആ പാടം കൂടി ഒത്തുപോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുപോലെ തന്നെ ഈ കൽക്കെട്ട് ഇപ്പോഴത്തെ ലെവല് പോരാ, ഇതിലും 2 അടിയും കൂടി പൊങ്ങിയില്ലെങ്കിൽ കുട്ടനാട്ടുകാരുടെ കാര്യം അധോഗതിയാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകൾ ആണ് അവർ നേരിടുന്നത്. ഇപ്പോൾ നേരിയ ആശ്വാസം വെള്ളം കുറയുന്നു എന്നുള്ളതാണ്. കൃഷി നാശമുണ്ടായിട്ടുണ്ട്, വീടുകളിലെ സാധന സാമഗ്രികൾ നശിച്ചിട്ടുണ്ട്, പലർക്കും ദിവസങ്ങളായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും അതിനിടയിലാണ് അവർ അല്പം ആനന്ദം കണ്ടെത്താൻ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വള്ളവുമായി ഇറങ്ങി മീൻ പിടിക്കുന്ന നമ്മളിപ്പോൾ കണ്ടതാണ് കുഞ്ഞുങ്ങളുമായി ഒരു കുടുംബം പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തത്. എന്തായാലും വെള്ളക്കെട്ടിൻ്റെ ദുരിതത്തിന് ചെറിയ ശമനമുണ്ട് എന്ന് പറയാം. പക്ഷേ പൂർണ്ണമായും കുട്ടനാടിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളുടെ സ്വഭാവം, ഭൂമിശാസ്ത്രപരമായ സ്വഭാവം അനുസരിച്ച് കുറേ ദിവസങ്ങൾ വേണ്ടിവരുമെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച. എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി 22-ാം തീയതി നടക്കാൻ പോവുകയാണ്. ജില്ലയാകെ ഒരു ആവേശത്തിലേക്കൊക്കെ പോകാനിരിക്കുമ്പോൾ, ഓണം വരാനിരിക്കുന്നു എന്നൊരു സമയത്തൊക്കെയാണ് ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ ഒരു ദുരിതം ഒരു ജനതയെ മുഴുവൻ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. നിഷ.